നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 15 വളരെ മനോഹരമായ ദിവസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വളരെ ഹാപ്പിയാണ്. ഞാൻ ഹോക്കറാസ് എന്നുള്ളൊരു പ്രോജക്റ്റിലോട്ട് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം നിങ്ങളോട് ആദ്യമേ തന്നെ പറയുന്നതാണ്. 2010 മുതൽ ഞാൻ അഡ്വർടൈസ്മെൻറ്റ്, അതേപോലെ ഓൺലൈൻ ഏർണിംഗ് എങ്ങനെ നേടാം എന്നുള്ളൊരു കാറ്റഗറി കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്ത് അതിലൊരുപാട് റിസർച്ച് ചെയ്തെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതിൽ പല പല കാറ്റഗറികളിലായിട്ട് ആഡ് പോസ്റ്റിങ്, ക്യാപ്ചർ ടൈപ്പിങ്, ഡാറ്റ എൻട്രി, ഓൺലൈൻ, ഓഫ്ലൈൻ, അങ്ങനെ പല പല മാർഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബിറ്റ് കോയിൻ വന്നു, ആ ബിറ്റ് കോയിനെ പറ്റി പഠിച്ചു. അതുകൂടാതെ വൺ കോഡ് വന്നു, വൺ കോഡിനെ പറ്റി പഠിച്ചു. അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാറ്റഗറീസ് എല്ലാം ഞാൻ ഒരുവിധം പഠിച്ചു. പിന്നെ അതുകൂടാതെ എഡ്യൂക്കേഷണൽ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ ആയിട്ട് ഞാൻ 10ാം ക്ലാസ് പഠിച്ചിരുന്നപ്പോൾ എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് ആവാൻ അവസരം കിട്ടി. അത് കഴിഞ്ഞ് +2 പഠിച്ചപ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസ് അതിൽ ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സാവാൻ അവസരം കിട്ടി. അതിനുശേഷം ഞാൻ എൻട്രൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഫെയിൽഡായി. 2 തവണ ട്രൈ ചെയ്ത് ഫെയിൽഡായി. പിന്നെ ഞാൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്തു, ഐഡിയൽ ITC എന്ന് പറഞ്ഞ സ്ഥാപനം. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ താല്പര്യപ്പെട്ടത് കൊണ്ടിട്ട് ഞാൻ എറണാകുളത്ത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ, ഷമീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഷോപ്പിൽ കണക്കെഴുത്തുകാരനായിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ജോലി സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം. കാരണം എനിക്ക് അവിടെ എത്തണമെങ്കിൽ എൻ്റെ വീട് ആലുവ മാളിയമ്പീടികയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 5 മണിക്കുള്ള ബസ്സിന് പുറപ്പെട്ടാൽ 6 മണിക്ക് എറണാകുളത്തേക്ക് ബസ്സുണ്ട്. എറണാകുളം മാർക്കറ്റ് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എത്താം. അവിടെ ഒരു 10 മണി വരെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് 10 മണി 10:30 10:45 സ്കൂളിൽ ജോയിൻ ചെയ്യാന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ചെന്നത്. പ്രിൻസിപ്പളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അനുവദിച്ചു. ഓക്കെ, നല്ല കാര്യം. അങ്ങനെ ഞാൻ അവിടെ പഠിച്ച് തുടർന്ന് പോകുന്ന സന്ദർഭത്തിലാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. ഉമ്മാക്ക് ആക്സിഡൻ്റ് എന്നല്ല, അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു സിവിയർ ആയിട്ടുള്ളൊരു കേസ്, അതിനേക്കാൾ എക്സ്ട്രീം ആയിട്ടുള്ളൊരു എക്സ്റ്റെൻഡ് സിറ്റുവേഷനിലെത്തി. അങ്ങനെ അത് എൻ്റെ കൺമുന്നിൽ വെച്ച് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. പിന്നെ തുറന്നു പറയാൻ ആഗ്രഹിക്കട്ടെ, എനിക്ക് 2 ഡിസോർഡേഴ്സാണുള്ളത്. അതിലൊന്ന് ഞാനിപ്പോൾ വെളിപ്പെടുത്തി പറയാം. ഒന്ന് ബൈപ്പോളാർ ഡിസോർഡറാണ്. അത് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ആ സമയത്ത്. അതേപോലെ തന്നെ വൺസ് ഇൻ എ സിറ്റുവേഷൻ അത് ഡിപ്രഷനിലോട്ട് കൺവേർട്ട് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. ഡോക്ടർ S. ഷാജി, അദ്ദേഹം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പ്രമുഖനാണ്, നിങ്ങൾ അറിയപ്പെടുന്നൊരു വ്യക്തിയും കൂടിയാണ്. അംനീഷ്യ റിലേറ്റഡ് ആയിട്ട് പുസ്തകം എഴുതിയിട്ടുള്ളതും അദ്ദേഹം പഠിച്ചിരിക്കുന്ന കോഴ്സിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ തോതിൽ ഞാൻ എങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആവാതെയും അതേപോലെ ഡിപ്രഷനിലോട്ട് പോകാതെ നോർമലാകാൻ എങ്ങനെ എന്നെ സ്വാധീനിക്കുമെന്ന രീതിക്ക് എനിക്ക് മരുന്നിൻ്റെ സഹായം, ശാസ്ത്രത്തിൻ്റെ സഹായം എന്ന് ഞാൻ പറയാം, അദ്ദേഹം എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ റിക്കവർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആവണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഞാനിപ്പോൾ നൽകുന്നത്. എനിക്കിപ്പോൾ നിലവിൽ 38 വയസ്സുണ്ട്. അപ്പോൾ ഈ 38ാമത്തെ വയസ്സിൽ ഞാൻ 10ാം ക്ലാസ് മുതലേ കളിച്ചിരുന്ന ബാഡ്മിൻ്റൺ, അതിന് ഞാനൊന്ന് കൂടുതൽ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 22 വർഷമായിട്ട് എനിക്ക് ബാഡ്മിൻ്റൺ എന്താണെന്ന് അറിയാം, ബേസിക്സ് അറിയാം, സ്കില്ലറിയാം, മൂവ്മെൻ്റ് അറിയാം, കാര്യങ്ങളറിയാം. അപ്പോൾ അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ കോഗ്നേറ്റീവ് സ്കിൽസും ആ ഒരു കോൺസെൻട്രേഷനും കൂടെ കൂട്ടാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി, ഞാൻ എൻ്റെ പ്രൊഡക്റ്റായിട്ട് പറയുന്ന ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേഷൻ സിസ്റ്റം റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ഞാൻ പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ മെയിനായിട്ട് എനിക്ക് വേണ്ടത് എൻ്റെ ശരീരം പ്രൊഡക്റ്റീവ് ആവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കണം. അതിന് ഞാൻ സെലക്ട് ചെയ്തത് ബാഡ്മിൻ്റനാണ്. കൈയും മെയ്യും മനസ്സും ഒരുപോലെ, കണ്ണെത്തും ദൂരത്ത് കാലെത്തണം, കാലെത്തും ദൂരത്ത് കൈയെത്തണം. അതേപോലെ തന്നെ ഇതെല്ലാം എത്തുന്ന ദൂരത്ത് മനസ്സെത്തണം. എതിരാളിയുടെ മനസ്സ് വായിക്കാനായിട്ടും സാധിക്കണം. അപ്പോൾ ഇതിൻ്റെ 2ാമതൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. കാരണം ഒരു ഇൻ്റർനാഷണൽ ഗെയിം കാര്യങ്ങളെല്ലാം കളിക്കാൻ പോകുമ്പോൾ മെൻ്റൽ ഫിറ്റ്നസ് വളരെയധികം ആപ്റ്റാണ്. മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളത്. അതിനെന്നെ സഹായിക്കുന്നത് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ EMG നായർ. അദ്ദേഹമാണ് എന്നെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് യോഗ എന്നൊരു കോഴ്സ് കൂടി അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. സകല ചക്രങ്ങളെയും ബിന്ദുക്കളെയും അതേപോലെ എങ്ങനെ സമാധിയിലൂടെ
സമാധി നിദ്രയിലൂടെ അല്ലെങ്കിൽ യോഗ നിദ്രയിലൂടെ എങ്ങനെ നമുക്ക് കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ഗുരുജിയാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് ആത്മീയമായതും അതേപോലെ ശാരീരികമായ ചക്ര പോയിന്റുകളെ ഉണർത്തുന്നതും ഏകാഗ്രത എങ്ങനെ വരിക്കണമെന്നുമുള്ള കാര്യങ്ങൾ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് സംസ്കൃത ഭാഷയിലാണ് അദ്ദേഹം എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. വളരെ രസകരവും എന്നാൽ എന്താ പറയാ ഒരു ഗുരുകുല സമ്പ്രദായ രീതിയിലാണ് അദ്ദേഹം എന്നെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ പഠിപ്പിക്കുന്നത് നിലവിൽ കങ്ങരപ്പടിയിലാണ്. നമുക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പതഞ്ജലി യോഗ വിദ്യാപീഠം എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. അദ്ദേഹം രാജഗിരിയിലെ ഫാക്കൽറ്റിയാണ്. അതുകൂടാതെ തന്നെ ഗുരുകുല രീതിയിൽ വിദ്യാഭ്യാസ രീതിയിൽ പഠനങ്ങൾ പുറത്ത് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് പറയുന്നതിൽ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇന്ന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. 54 വയസ്സത്തെ അദ്ദേഹത്തിന്റെ അധ്യാപകന കരിയറിൽ അദ്ദേഹം ആരോഗ്യ ഭാരതം, ആ പേരിൽ തന്നെയുണ്ട്, ഭാരതത്തെ തന്നെ ആരോഗ്യവത്കരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി ആ ഒരു എയിം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് കാലെടുത്ത് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യനാകാനും അതുപോലെ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും സാധിച്ചതിൽ ഞാൻ ഇന്ന് വളരെ കൃതാർത്ഥനാണ്. അപ്പോ പ്രൊഡക്ടിവിറ്റിയുടെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ്. ഇതൊരു പാസീവ് ഇൻകം ആണ്. പക്ഷെ ഒരു പാസീവ് ഇൻകം എന്നതിനേക്കാൾ ഉപരി ഞാൻ എങ്ങനെ ഹെൽത്ത് അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ റിട്ടൻഷൻ ഓട്ടോമേഷൻ അങ്ങനെയുള്ള സിസ്റ്റത്തിലോട്ട് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനുള്ള ഒരു കാരണമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ ഒരു ആൻഡ്രോയിഡ് മൊബൈലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇൻഷുറൻസ് ഏജന്റാണ്. രജിസ്റ്റേർഡ് ആയിട്ട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ ഞാൻ രജിസ്റ്റേർഡ് ഏജന്റാണ്. അതുകൂടാതെ മിന്റ് പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ എനിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ POSP പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലോസ് ചെയ്താൽ, ഞാൻ എൻ്റെ കഴിഞ്ഞ നവംബറിൽ ക്ലോസ് ചെയ്തത് 1,17,000 രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിന് കമ്പനി എനിക്ക് ഓഫർ ചെയ്തത് എക്സ്ക്ലൂഡിങ് GSTയുടെ 30% കമ്മീഷനാണ്. ആ പേ ഔട്ട് വരുമ്പോൾ നിയർലി 27,000 രൂപ വരുന്നുണ്ട്. അതെനിക്ക് ചെയ്യാനായിട്ട് എടുത്ത സമയം നിയർലി ഒരു ദിവസം 1.5 ദിവസം ഫോളോ അപ്പ് കൊണ്ട് സാധിച്ചതാണ്. അന്നേ ദിവസം തന്നെ ഞാൻ മറ്റൊരു പോളിസിയും കൂടെ എടുത്തു കൊടുത്തായിരുന്നു. അനിൽകുമാർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തിനാണ് ഞാൻ എടുത്തു കൊടുത്തത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കും കൂടെ ആയിട്ടാണ് എടുത്തു കൊടുത്തത്. 47,000 രൂപയാണ് പോളിസി വന്നത്. അപ്പൊ അതിന് എനിക്ക് കിട്ടിയ പേ ഔട്ട് എന്ന് പറയുന്നത് 9,680 രൂപയാണ്. അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും നമ്മൾ കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് പറയാനും ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു കൊടുത്ത് മാർക്കറ്റിൽ 54ഓളം ഇൻഷുറൻസ് കമ്പനികൾ വരുന്നുണ്ട്. അതിൽ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്, ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്, അതേപോലെ ടേം ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ കാറ്റഗറികളെ കുറിച്ചെല്ലാം പഠിക്കാനും ആ പഠിച്ചിട്ട് നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ അവെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തിന് അവെയർ ആയിട്ടുള്ള ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50,000-60,000 രൂപ ചെലവാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ, അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത് ജനറൽ ഇൻഷുറൻസ് കാറ്റഗറിയിൽ തേർഡ് പാർട്ടി ലയബിലിറ്റി മാത്രമാണ് നമുക്ക് മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത്. അതും ഒരു സാധ്യതയാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വണ്ടികളാണ് ഒരു മാസം. അപ്പോ നമ്മളൊന്ന് ആക്റ്റീവായിട്ട് വിചാരിച്ചാൽ 100 ക്ലയൻസിനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ് കൂടിയാണ്. കാരണം വൺസ് ഒരു കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം റിന്യൂ ചെയ്യുമ്പോൾ പോലും നമുക്ക് അതിന്റെ റവന്യൂ കിട്ടുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ ഈ കഴിഞ്ഞ മാസം ചെയ്ത ആ ഇൻഷുറൻസിന്റെ പേ ഔട്ട് അടുത്താണ് റിന്യൂ ചെയ്യുമ്പോൾ പോലും എനിക്ക് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. ഞാനൊരു ഉദാത്തമായ സേവനം അവിടെ കൊടുക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഏത് സമയം വിളിച്ചാലും ഞാൻ എത്തണം, പേപ്പർ വർക്കുകൾ ഞാൻ ചെയ്തു കൊടുക്കണം, പ്രൊഡക്റ്റീവ് ആയിരിക്കണം. പിന്നെ അത് കൂടാതെ എന്താ പറയാ, നമ്മളെ തന്നെ മാതൃകയാക്കേണ്ടതുണ്ട്. സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാന്ന് പറയും. അതേപോലെ സെൽഫ് അഫർമേഷൻസ് നടത്തുക, സെൽഫ് ഇംപ്രൂവ്മെന്റ് നടത്തുക, നമ്മുടെ സ്കിൽസ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ സ്കിൽസ് കൂട്ടാനായിട്ട് ഞാൻ തെരഞ്ഞെടുത്തത് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതും വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം IBS അക്കാഡമി. ആ അക്കാഡമിയിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് ജനുവരി 2 തുടങ്ങും. പിന്നെ അതുകൂടാതെ ഞാൻ അഭ്യസിക്കുന്ന യോഗ, അതൊരു അഡ്വാൻസ്ഡ് യോഗ കോഴ്സ് കൂടെയാണ്. 20 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്
ഓൺലൈനായിട്ട് ഈ ലോകത്തുള്ള സകല ആളുകളെയും ഓൺലൈനായിട്ട് യോഗ പഠിപ്പിക്കാനുള്ള, പതഞ്ജലി പ്രാണയോഗം പഠിപ്പിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഗുരുജി തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള കരിക്കുലം ക്രിയേറ്റ് ചെയ്തിട്ട് അക്രഡിറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അവിടെ നിന്ന് ലഭിക്കുക. അഡ്വാൻസ്ഡ് യോഗയാണ്. അപ്പോൾ അതിൽ എല്ലാം കവേർഡ് ആകുന്നുണ്ട്. സെൽഫ് ഹിപ്നോസിസ് കവേർഡ് ആകുന്നുണ്ട്, യോഗ ചക്രങ്ങൾ, യോഗകൾ, യോഗ രീതികൾ, ഓരോന്നിൻ്റെയും സമന്വയമായ തത്വപൂർണമായ അർത്ഥങ്ങൾ, അതേപോലെ ചരിത്രങ്ങൾ, എല്ലാ കാര്യങ്ങളും മനോഹരമായി തന്നെ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രസന്റേഷൻ വെറുതെ നമ്മൾ കേട്ടിട്ട് പോലും അല്ല ചെയ്യുന്നത്. ആസ് എ ബാഡ്മിന്റൺ പ്ലെയർ ഞാനൊരു കളിക്കളത്തിലോട്ട് ഇറങ്ങുമ്പോൾ അതെനിക്ക് കൗരവരോട് ശ്രീനാരായണൻ അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ യോഗേ തത്കുരു കർമാണി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് കൂടി ഇറങ്ങണം എന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് സംസ്കൃതമാണ് പറഞ്ഞത്, എന്നാലും ഞാൻ പറയാം. നമ്മളൊരു യോഗീവര്യനായിക്കൊണ്ട് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. കർമ്മനിരതനാകുക, എതിരെ ആരുണ്ട് എന്നുള്ളതിലല്ല, നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ രണ്ടാമത്തെ ഒരു വരിയുണ്ട്, അത് ദൈവം എനിക്ക് മറവി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി മൻലായനാമുലായസു, മറവിയും ഉറക്കവും ഇല്ലാത്ത പരിശുദ്ധൻ, അവൻ എത്ര പരിശുദ്ധനാകുന്നു. കാരണം ഈ മറവിയാണ് നാളെ എന്നെ ഗുരുവിലേക്ക് അടുപ്പിക്കുന്നതും വീണ്ടും വീണ്ടും എന്നെ ഈ ഒരു വാക്കുകളിലേക്ക് അടുപ്പിക്കുന്നതും. വളരെ പ്രഗത്ഭമായ ഒരു സന്ദർഭം മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. വളരെ എന്താ പറയാ, അഹങ്കാരത്തോടു കൂടി അർജുനൻ ഗാണ്ഡീവം ധരിച്ചുകൊണ്ട് അശ്വത്ഥാമാവിനെ വധിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ പറയുന്ന ഒരു വാക്കുകളുണ്ട്, ഭാഗ്യരജവിദ്ധാവായ ബ്രഹ്മദേവന്റെ ഗാണ്ഡീവം, ഇതിൽ നിന്നുള്ള വില്ലിന് മറ്റൊരു പ്രതിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അശ്വത്ഥാമാവിനെ വധിക്കുവാൻ വേണ്ടി വില്ല് കുലയ്ക്കുന്ന അർജുനൻ, അതിനെതിരായിട്ട് വില്ല് കുലയ്ക്കുന്ന കർണൻ, അത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ അർജുനന്റെ രഥം 2 പാദം പിന്നിലേക്കും കർണന്റെ രഥം 10 പാദം പിന്നിലേക്കും പോകും. അപ്പോ അർജുനൻ കേശവനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ പ്രമുഖമായിട്ട് യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവും. അല്ലയോ കേശവ, എൻ്റെ ധനുസ് അല്ലെങ്കിൽ എൻ്റെ രഥം 2 അടി മാത്രമേ പിന്നോട്ട് പോയുള്ളൂ, അവൻ്റെ രഥം 10 അടി പുറകോട്ട് പോയി. അപ്പോ വളരെ വൈജ്ഞാനിയായിട്ടുള്ള പരംബ്രഹ്മത്തിന്റെ ഉടമയായിട്ടുള്ള ശ്രീ വാസുദേവൻ പറയുന്നുണ്ട്, ഹേ ധനഞ്ജയ, നീ ഓർത്തു നോക്കൂ, നിന്റെ രഥം സ്വയം സൂര്യഭഗവാന്റേത്, നിന്റെ രഥത്തിന്റെ ധ്വജത്തിൽ ഉൾക്കൊള്ളുന്നത് ശ്രീ ഭഗവാൻ വാനരനായ മഹാബലിയായ ഹനുമാൻ, പിന്നെ 3 ലോകങ്ങളുടെയും ത്രിലോകനാഥനായിട്ടുള്ള നാമും സാരഥിയായിട്ടുള്ള ആ രഥത്തെ 2 അടി പിന്നോട്ട് നീക്കാൻ കെൽപ്പുണ്ടെങ്കിൽ ഓർത്തു നോക്കൂ ധനഞ്ജയ, ആ യോദ്ധാവ് എത്ര ശക്തനാണെന്ന്. ആ യോദ്ധാവ് വേറെ ആരും തന്നെ ആയിരുന്നില്ല, അദ്ദേഹം കർണനായിരുന്നു. ഇനി ഞാൻ എന്നിലേക്ക് തന്നെ വരാം. അതേപോലെ തന്നെ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം പരമപ്രധാനമായി പ്രാധാന്യമുണ്ടായിരുന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത, അതായത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അർജുനന് 28 ദിവസവും കർണന് 24 ദിവസവും ദ്രോണർക്ക് 25 ദിവസവും ഭീഷ്മർക്ക് 20 ദിവസവും വേണമെന്ന സാഹചര്യത്തിൽ ഒരേ ഒരു നിമിഷം കൊണ്ട് തന്നെ ഈ സകല യുദ്ധത്തെ അവസാനിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു. ഭീമന്റെ പൗത്രനായ, ഘടോത്കചന്റെ പുത്രനായ, താൻ തൻ്റെ വിസ്ഡത്തിലൂടെയും അതേപോലെ വിജ്ഞാനത്തിലൂടെയും തൻ്റെ കായിക ബലത്തിലൂടെയും തന്നെ പരാജയപ്പെടുത്തുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന മൗർവി എന്ന നാഗകന്യകയിലും ഘടോത്കചനിലും ജനിച്ച ബാർബരീകനായിരുന്നു ആ വ്യക്തി. ജന്മം കൊണ്ട് തന്നെ മഹാബലവാൻ, അഷ്ടമൂർത്തികളെ ശ്രദ്ധിച്ച് അവിടെ നിന്ന് ത്രിബാണധാരിയായി മാറി, 3 അസ്ത്രങ്ങൾക്കുള്ള ഉടമയായി മാറി. അതുപോലെ തന്നെ സൂര്യദേവനിൽ നിന്ന്, ത്രിലോകങ്ങളിൽ നിന്ന് ആർക്കും തന്നെ കാണാൻ സാധിക്കാത്ത ധനുസിനുടമയായി തീർന്ന ബാർബരീകൻ. ഒന്നാമത്തെ ധനുസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എതിരിടേണ്ട ആരെയെല്ലാമാണോ നശിപ്പിക്കേണ്ടത് ആ നശിപ്പിക്കേണ്ടവരെ എല്ലാവരെയും നോട്ട് ചെയ്യും, മാർക്ക് ചെയ്യും. രണ്ടാമത്തെ ധനുസ് രക്ഷിക്കേണ്ടത് ആരൊക്കെയാണോ അവരെയെല്ലാം മാർക്ക് ചെയ്യും. മൂന്നാമത്തെ അസ്ത്രം വധിക്കേണ്ടവരെ വധിക്കും, രക്ഷിക്കേണ്ടവരെ രക്ഷിച്ചതിന് ശേഷം അവരിലേക്ക് പോകുന്ന അസ്ത്രങ്ങളെ ഡീവിയേറ്റ് ചെയ്തതിനു ശേഷം ഈ 3 അസ്ത്രങ്ങളെയും തിരിച്ച് അവനിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യും. ത്രിബാണധാരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അദ്ദേഹം മാതാവിനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു, താൻ
ദുർബല വിഭാഗത്തിന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യൂ എന്നുള്ളത്. ധർമ്മ സംസ്ഥാപനം അതിപാവനമായതുകൊണ്ടും പരിപാവനമായതുകൊണ്ടും മഹാഭാരത യുദ്ധം അതിന് ശ്രേഷ്ഠമായിട്ടുള്ള അജണ്ടയായതിന്റെ പേരിൽ ബാർബരീകനെയും ശ്രീകൃഷ്ണൻ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ ബാർബരീകൻ വിജയിക്കുകയും ചെയ്തു. ആ വിജയത്തിന് മറുപടിയായി ബാർബരീകന് കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ പ്രാണനാണ് ശ്രീകൃഷ്ണൻ ചോദിച്ചത്. എന്നാൽ ആ പ്രാണൻ കൊടുക്കുമ്പോൾ പോലും ശ്രീകൃഷ്ണൻ ഒരു വരദാനവും കൊടുത്തു. ആ കുരുക്ഷേത്ര യുദ്ധം മുഴുവൻ കാണുവാനുള്ള അവസരവും കൊടുത്തു. ഇന്ന് ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം എന്നവണ്ണം കണ്ടെത്തിയിരിക്കുന്നത് ഞാൻ ബാർബരീകനിലൂടെയാണ്. കാരണം എന്നോട് എൻ്റെ പരീക്ഷണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടപഴകുന്ന ആളുകളുമായിട്ട് ഞാൻ വളരെ തുറന്ന് വ്യക്തവും കൃത്യവുമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ പലരും എന്നിലേക്ക് അട്രാക്റ്റഡ് ആവാറുണ്ട്. അവരെന്നോട് പല കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചെയ്തു കൊടുക്കാമെന്നും പറയും. കാരണം ഓൺലൈനായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ChatGPT നോക്കി ഞാൻ ആ കാര്യങ്ങൾ പഠിക്കും. എനിക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്തു കൊടുക്കും. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഞാൻ അധ്യാപകനെ പോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇൻഷുറൻസ് മിന്റ് പ്രോ എന്ന് പറയുന്ന ഇൻഷുറൻസ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൊരു POSP സെല്ലർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വാഹനത്തിന്റെ ഇൻഷുറൻസ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ ഇൻഷുറൻസ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ശ്രീറാം പോലെയുള്ള കമ്പനികൾ ഓഫർ ചെയ്യുന്നത് 10,600 രൂപയാണ്. പിന്നെ ഏറ്റവും ലോ റിസ്ക് കാറ്റഗറിയാണ് സ്കൂൾ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പേ ഔട്ട് തരുന്നത് റിലയൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ 62% പേ ഔട്ട് തരുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ 50,000 രൂപയാണ് പോളിസി വരുന്ന എമൗണ്ട് എങ്കിൽ അതിന്റെ എക്സ്ക്ലൂഡിങ് GSTയുടെ 62% എന്ന് പറയുമ്പോൾ 30,000 രൂപയുടെ അടുത്ത് നമുക്കായിട്ട് പേ ഔട്ട് വരും. ഒരു കാർ ചെയ്തു കൊടുത്താൽ നമുക്ക് നിയർലി 1,800-2,000 രൂപ കിട്ടും. ഒരു ബൈക്ക് ചെയ്തു കൊടുത്താൽ നമുക്ക് 300 മുതൽ 500 രൂപ കിട്ടും. പ്രീമിയം ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് കൂടുതൽ കിട്ടും. അപ്പൊ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് എന്തൊക്കെയാണ് ഒരു ഇൻഷുറൻസിലുള്ളത്, റൈഡേഴ്സ് എന്ന് പറയും ജനറൽ കാറ്റഗറിയിൽ, അതേപോലെ ആഡ് ഓൺസ് എന്ന് പറയും ഹെൽത്ത് ഇൻഷുറൻസ് കാറ്റഗറിയിൽ. അതായത് 10 റൈഡറാണ് വരുന്നത്. ഒന്ന് എൻജിൻ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്നതിൽ അത് കവർ ആവില്ല. എൻജിൻ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എൻജിന്റെ അകത്തുള്ള പാർട്സിനുള്ള കവറേജ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലെയിം സെനേരിയോ വരുമ്പോൾ നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബ്രേക്ക് ഫ്ലൂയിഡ്, എൻജിൻ ഓയിൽ, നട്ട് ബോൾട്ട് ഇതിനെല്ലാം ഒരു ക്യാഷ് ഈടാക്കും. അപ്പൊ അതിന് കൺസ്യൂമബിൾസ് എന്നുള്ള ഒരു ആഡ് ഓൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതും കവറായി കിട്ടുകയുള്ളൂ. പിന്നെ പുതിയതായി ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണ സഹിതം പറഞ്ഞാൽ 15 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസുകാർ ID ഇടുന്നത് ചിലപ്പോൾ 10,50,000 അല്ലെങ്കിൽ 15 ലക്ഷം ആണെങ്കിൽ 14,30,000 രൂപ ചിലപ്പോൾ ഇടാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്ത വർഷം അതിന്റെ 15% കുറയും. അപ്പൊ അതൊരു 13 ലക്ഷത്തിയാവും. പിന്നെയും അടുത്ത വർഷം ഒരു 15% കുറയും. അപ്പൊ അങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. എന്നാൽ ആദ്യത്തെ 3 വർഷം നമുക്ക് റിട്ടേൺ ടു ഇൻവോയ്സ് എന്നുള്ളൊരു ആഡ് ഓൺ കൊടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യാണ്. കുറച്ചധികം പ്രീമിയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ ഈ ഒരു 2 വർഷം കഴിഞ്ഞാണ് ഒരു സെനേരിയോ ഉണ്ടാകുന്നത്. അതായത് 15 ലക്ഷം രൂപയുടെ വണ്ടി അല്ലെങ്കിൽ 13.5 ലക്ഷം IDV ഉള്ള ഒരു വണ്ടിക്ക് 11 ലക്ഷം രൂപയുടെ പണി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെ വന്നു, നമ്മൾ സേഫർ ആണ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സെനേരിയോ വന്ന കമ്പനി IDV തന്ന് സെറ്റിൽ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ റിട്ടേൺ ടു ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഏതു വിലക്കാണോ വണ്ടി വാങ്ങിയത് ആ വില നമ്മൾക്ക് തരാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറാണ്. അവരതിന് തയ്യാറാണ്, നമ്മൾ ചോദിച്ച് വാങ്ങിച്ചെങ്കിൽ മാത്രം. ഈ അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒരു 20-25 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കസ്റ്റമറിന്റെ അടുത്ത് തയ്യാറായാൽ ആ കസ്റ്റമർ നമ്മുടെ ലൈഫ് ലോങ് ക്ലയന്റ് ആയിട്ട് മാറും. പിന്നെ ഈ മാർക്കറ്റിൽ ഇന്ന് സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാത്രം പോരാ. ഞാൻ സകല ബാങ്കിങ് പ്രോഡക്റ്റും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് IDFC ഫസ്റ്റ് ബാങ്ക് ആയിട്ട് അവൈലബിൾ ആണ്. അവർ നല്ല പ്ലാറ്റ്ഫോം സർവീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ജനറലി നേരിട്ട് ബാങ്കുകളെ സമീപിക്കാവുന്നതാണ്. കാരണം ഞാനൊരു ഫ്രീലാൻസർ ആണ്. അതുകൊണ്ട് ഞാൻ ലീഡ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അവൈലബിലിറ്റി ഉണ്ടോയെന്ന് നമുക്ക് നേരിട്ട് ഓരോ ബാങ്കുകളിലും ചെന്ന് ചോദിക്കാം. കാരണം അവിടെയും അവർക്കെല്ലാം ലീഡ്സ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻസിനെ കിട്ടും. കസ്റ്റമേഴ്സിനല്ല, ക്ലയൻസിനെ കിട്ടും.
പിന്നെ ഞാൻ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ട്, ഗൂഗിൾ ബിസിനസ് മാനേജ്മെന്റ്. ഞാൻ ഷോപ്പിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവരെ ഗൂഗിൾ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അപ്പം തന്നെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിന് ഇമ്പ്രൂവ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ റിവ്യൂ ഇടണം എന്നുള്ള കാറ്റഗറി പറഞ്ഞു കൊടുക്കും. റിവ്യൂ ഇടാനായിട്ടുള്ള QR കോഡ് ഞാൻ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും നമ്മളെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനല്ല, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങാനല്ല ഒരു കസ്റ്റമർ താല്പര്യപ്പെടുന്നത്. അവർ താല്പര്യപ്പെടുന്നത് അവരുടെ ഇൻഷുറൻസ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അഷുറൻസ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ബിസിനസ്സാണ്, അല്ലെങ്കിൽ അവരുടെ ജോലിയാണ്. അതിന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവർ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് തന്നെ വരും. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നുള്ള കാറ്റഗറി അത് അപ്പൊ നമുക്കത് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എനിക്ക് എങ്ങനെ ക്ലയൻസിനെ കിട്ടുന്നു എന്നുള്ളത് ഞാൻ ട്രാൻസ്പെറന്റ് ആവുക മാത്രമല്ല, ഞാൻ ഫിസിക്കലി ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ലോകത്തിനെതിരെ തിരിയുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു ഇൻഷുറൻസ് ഏജന്റായി തിരഞ്ഞെടുത്തത് എനിക്കൊരു MBBS സ്റ്റുഡന്റ് ആവാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഓരോ കേസ് സ്റ്റഡീസ് വരുമ്പോഴും ഞാൻ അതിനെപ്പറ്റി പഠിക്കും. തേർഡ് പാർട്ടി ഇതില്ലാത്ത രീതിയിൽ ഞാൻ ഓരോന്നിനെയും പറ്റി പഠിച്ച്, ഓരോ മരുന്നുകളെയും പറ്റി പഠിച്ച്, തൊട്ടടുത്ത സിറ്റുവേഷനിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നുള്ള കാറ്റഗറി, ഏതെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ള ആ ഡാറ്റാ ബേസ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാക്ടിക്കബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എനിക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ? അപ്പൊ നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ അബൌട്ട് പേജിലുണ്ട്, നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. എന്തെല്ലാം സഹായങ്ങൾ വേണോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങളുടെ അക്കൗണ്ടിൽ റവന്യൂ വരുന്നത് വരെ, ഇനി അതിൽ കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെയും പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ, കാരണം നിങ്ങൾ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കാറ്റഗറി ഉണ്ട്, വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കാറ്റഗറി ഉണ്ട്. ഇനി നിങ്ങൾ ഫിസിക്കൽ ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ കരിയറാണുള്ളത്. ഇപ്പം ഞാൻ ഒരു ഫിസിക്കൽ യോഗ ട്രെയിനർ ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈനിൽ യോഗ പ്രാക്ടീസ് ചെയ്യിക്കാം ഓൾ വേൾഡ്. ഞാൻ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഈ 4 ഭാഷകളിൽ കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ ജപ്പാനീസ് കേട്ടാൽ മനസ്സിലാവും കുറച്ച് വാക്കുകൾ, ചൈനീസ് കേട്ടാൽ കുറച്ച് വാക്കുകൾ മനസ്സിലാവും. പിന്നെ ഞാനൊരു കുട്ടിയെ പോലെ തന്നെയാണ് ഇമാജിനേഷൻ. അന്നും ഇന്നും ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഞാൻ അനിമെ കാണാറുണ്ട്. വൺ പീസ് എന്ന് പറഞ്ഞ അനിമെ അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റി, നമ്മൾ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കലല്ല മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണം തന്നെ പറയാം, നമ്മുടെ ചിന്തകളെല്ലാം എപ്പോഴും വിഘടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വിഘടിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ഇൻപുട്ടാണ് നമ്മൾ മൊബൈൽ ത്രൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഷോർട്സ് കാണുമ്പോഴും എന്റർടൈൻമെന്റിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വിഘടനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാസം ഉണ്ടാവും. ഉദാഹരണം ഞാൻ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനുമായിട്ട് തന്നെ പറയാം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് 2 ആറ്റം വിഘടിച്ച് മറ്റൊന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ വിഘടിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ടാണ് ആറ്റം ബോംബ് ഹിരോഷിമയിലും നാഗാസാക്കിയിലും ഉണ്ടാക്കിയത്. എന്നാൽ ഇതേപോലെയുള്ള 2 ആറ്റം ബോംബുകൾ പൊട്ടിയാലാണ് ഒരു ഫ്യൂഷൻ ബോംബ് ഉണ്ടാവുകയുള്ളൂ, ഒരു സംയോജനം ഉണ്ടാവുകയുള്ളൂ. അതായത് ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്ന് ഹീലിയം ആറ്റം ഉണ്ടാവുകയുള്ളൂ. ഈ പ്രൊസീജിയർ നടക്കുന്നത് 1.5 ലക്ഷം കോടി പ്രകാശവർഷം ദൂരെയുള്ള അത്രയും മടങ്ങ് വലിപ്പമുള്ള സൂര്യനിലാണ് നടക്കുന്നത്. അവിടെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആകുന്ന ന്യൂക്ലിയർ ഫിഷൻ എക്സ്പ്ലോഡ് ചെയ്തുണ്ടാകുന്ന പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി എന്നുള്ള ആ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ നമ്മളിൽ ഉത്ഭവിക്കുന്നത് വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വളരെ സിംപ്ലിസിഫൈഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫിഷനും ഫ്യൂഷനും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും, ആറ്റം ബോംബ് എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൃത്യനിഷ്ഠത പാലിക്കണം, കൺസിസ്റ്റന്റ് ആവണം, പേഴ്സിസ്റ്റന്റ് ആവണം. അതേപോലെ ദൈവവിശ്വാസിയാണെങ്കിൽ വിശ്വസിക്കണം, അവിശ്വാസിയാണെങ്കിൽ തന്നെയും വിശ്വസിക്കണം. അപ്പൊ ഞാൻ എഴുന്നേൽക്കുന്ന സമയം, ഇപ്പൊ ഈ വീഡിയോസ് ചെയ്യുന്ന സമയമാണെങ്കിൽ പോലും വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ കിടന്നു, ഞാൻ നേരത്തെ എഴുന്നേറ്റു. അപ്പൊ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി പ്രാർത്ഥനാ സമയമാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പള്ളിയിലേക്ക് പോകും. അപ്പൊ അതിനു മുന്നേ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പൊ എന്റെ ജീവിതം എന്താ പറയുക, ഒരു മിറാക്കിൾ ലൈഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എത്രത്തോളം എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഏകാഗ്രമാക്കി കളിക്കാനുള്ളൊരു ശ്രമം നടത്തിയതേ ഉള്ളൂ, എനിക്ക് അവസരങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കളിക്കാരന് ഒബ്സർവേഷൻ സ്കില്ല് വേണം.
അതേപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി, ഇംപ്രൊവൈസേഷൻ, അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളും കൂടി വേണം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഡിക്ഷണറി കണ്ടു കഴിഞ്ഞാൽ ആ ഡിക്ഷണറിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഡിറ്റർമിനേഷൻ പറയാം, ഡിഫറൻഷിയേഷൻ പറയാം, അതേപോലെ തന്നെ ഒരുപാട് വാക്കുകൾ, ഡിസയർ പറയാം, ഡ്രീം പറയാം, ഡെഡിക്കേഷൻ പറയാം, ഡിറ്റർമിനേഷൻ, ഇതെല്ലാം ഡിയിൽ വരുന്നതാണ്. ഈ വാക്കുകളെല്ലാം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, വെറുതെ കേട്ടുവിടാനല്ല. കാരണം കേൾക്കുന്ന കാര്യങ്ങൾ ഇൻഹെറിറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പം നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് സാധിക്കും. നമ്മളെത്ര സ്കിൽഡ് ആണ്, നമ്മളെത്ര പ്രസന്റ് ചെയ്യാൻ ഓർഗനൈസേഷനും അതേപോലെ പ്രസന്റേഷൻ സ്കില്ലും ഉണ്ട് എന്ന് നമ്മളെ തിരിച്ചറിയാനൊക്കെ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും നീഷും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. കാരണം അവരിൻ ലോകത്തെ അഭിമുഖീകരിക്കേണ്ടതാണ്. ഓഫ്ലൈൻ വർക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഓൺലൈൻ വർക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ക്ലയൻ്റായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവരെ അട്രാക്ട് ചെയ്യാനല്ല, അവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കാൻ, പാകത്തിന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സ്കില്ല് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുണ്ട്. കാരണം എനിക്ക് അനുഗ്രഹങ്ങൾ എന്ന് തന്നതുപോലെ തന്നെയാണ് എല്ലാവർക്കും ദൈവം അനുഗ്രഹം തന്നിട്ടുള്ളത്. എനിക്ക് കണ്ണുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കണ്ണുകളില്ല. എൻ്റെ കണ്ണുകൾ പുത്രി അരിയാനിയുടെയും അതേപോലെ ഫാത്തിമയുടെയും കണ്ണുകളാണ്. കാരണം വൈക്കം വിജയലക്ഷ്മിയുടെയും കണ്ണുകളെ പോലെയാണ്. അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത് അതേപോലെയാണ് ഞാനിപ്പോൾ ലോകത്തെ കാണുന്നത്. അത് മനസ്സിലാക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ഭാഷയിൽ ഞാനൊന്നും കൂടെ പറയാം. ദൈവത്തിലേക്ക് നമ്മൾ അടുക്കാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളിലേക്ക് നടക്കും. ദൈവത്തിലേക്ക് നടക്കാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളിലേക്ക് ഓടും. ദൈവത്തിലേക്ക് ഓടാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളിലേക്ക് പറക്കും. ഞാനിപ്പോൾ ദൈവത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ 14-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് എൻ്റെ ഉസ്താദ് ഇസ്മായിൽ ഹസനി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മറ്റ് ഖബറാളികളുടെ അടുത്ത് പോകുമ്പോൾ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം ഒരു ഹജ്ജ് ചെയ്തതിന് തുല്യമാണെന്നാണ്. എൻ്റെ ജീവിതത്തിന്റെ ഒരു തുടക്കം ഞാൻ എങ്ങനെയാണെന്നൊന്നുകൂടെ പറയാം. ഞാൻ രാവിലെ തഹജ്ജുദ് നിസ്കാരത്തിന് പള്ളിയിൽ പോവും. ആ പള്ളിയിൽ പോയി ഖുർആൻ പാരായണം, അൽ ബഖറ എന്ന സൂറത്തിലെ ഒരു 52ഓളം ആയത്ത് ഞാൻ ഓതും. അതിനുശേഷം സുബ്ഹി നിസ്കരിക്കും. നിസ്കാരത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ ഖബറിടത്തിൽ പോകും. എൻ്റെ അമ്മ ഇന്ന് എന്നോട് വിരമിച്ചിട്ട് അറബ് വർഷം 2 വർഷവും 13 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു വ്യാപ്തി എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഉസ്താദ് ഇന്നലെ എന്നോട് പറഞ്ഞത്, കാരണം അങ്ങനെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു ഹജ്ജ് ചെയ്ത പുണ്യമാണ് ലഭിക്കുന്നതെന്നാ പറഞ്ഞത്. എന്നാൽ ഞാൻ അവിടെ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ വെച്ചിട്ടൊന്നുമല്ല, എൻ്റെ ഉമ്മ എന്തോരം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പുണ്യങ്ങൾ ഒരുപാട് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാനും പാടില്ല. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, എൻ്റെ മാതാവിന്റെ ത്രാസ് തൂക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ എങ്ങാനും ആ പാപത്തിന്റെ തട്ട് താഴെ പോവുകയാണെങ്കിൽ എൻ്റെ സകല പുണ്യങ്ങൾ എൻ്റെ മാതാവിന് കൊടുക്കണമെന്ന് ദാനം വസിയത്ത് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആദ്യം തന്നെ ദാനമായി. അതിനുശേഷം ഞാൻ ചിന്തിക്കുന്നത്, ഇന്ന് ആർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത സംരംഭം ആരംഭിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കളിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കും. യോഗയ്ക്ക് വേണ്ടി ഒരു 4 മണിക്കൂർ ഡോക്ടർ EMG നായരുടെ അടുത്ത് ചെല്ലും. അതുകൂടാതെ തന്നെ ഞാൻ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. നിങ്ങൾക്ക് കേട്ട് പരിചയത്തിൽ കുറവായിരിക്കാം. കാരണം ഇന്ന് മനുഷ്യനിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഹൃദയം തരാൻ തയ്യാറായിട്ടുള്ളത് ഒരു ജീവിയാണ്. ആ ജീവി അത് മറ്റാരും തന്നെയല്ല, നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള പന്നിയാണ് ആ ജീവി. കാരണം സ്വന്തം ഇണ ചേരുന്ന സമയത്ത് സ്വാപ്പിംഗ് ചെയ്യുകയും അതേപോലെ തന്നെ മ്ലേച്ഛമായ എല്ലാ വസ്തുക്കളെയും ആർത്തിയോടെ സ്വീകരിക്കുകയും ചെയ്യുകയും സ്വന്തം ശരീരം വിഷമയമാക്കുകയും ചെയ്തിട്ടുള്ള ആ ജീവിയിലാണ് ഹക്കീമായ തമ്പുരാൻ, വിശുദ്ധത്തിന്റെ എല്ലാം നേതാവായിട്ടുള്ള അത്യുന്നതങ്ങളിലുള്ള ആ റബ്ബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ജന്മരഹസ്യം അത് ആ പന്നിയിലാണുള്ളത്. ആ പന്നിയുടെ കിഡ്നിയും അതേപോലെ തന്നെ ഹൃദയവും സൂട്ടാണ് ഇന്നിപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച്. നമ്മുടെ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്തുകളിൽ പറയുന്നുണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഹലക് ഹലക്കൽ ഇൻസാന മിൻ അലക് ഇഖ്റ വ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അൽ അമൽ ഇൻസാന മാ ലം യഅലം. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. വായിക്കുക, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഹലക്, സൃഷ്ടിച്ചവന്റെ നാമത്തിൽ. ഹലക്കൽ ഇൻസാന മിൻ അലക്ക്, നിന്നെ ഒരു ബീജത്തുള്ളിയിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു.
അല്ലദീ അല്ലമു ബിൽ കലം, അല്ലദീ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഹലക് ഹലക്കൽ ഇൻസാന മിൻ അലക് ഇഖ്റ വ റബ്ബുക്കൽ അക്രം. അള്ളാഹു കാരുണ്യം നിന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു. അല്ലദീ അല്ലമു ബിൽ കലം, പേന കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു. അൽ അമൽ ഇൻസാന മാലം യഅലം, നിനക്ക് അറിയാത്തതിനെ പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പേന എന്ന് ഞാൻ ഉദ്ധരിച്ച് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ക്രിസ്പർ കാസ്നൈൻ എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ആ പന്നിയുടെ ഹൃദയത്തിലെ ജീനുകളിൽ മാറ്റം വരുത്തി അത് ലോറൻസ് ഫോസറ്റ് അല്ലെങ്കിൽ ഡേവിഡ് ബെന്നറ്റ് എന്നീ 2 വ്യക്തികളെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 22 ദിവസത്തോളം ആ ഹൃദയം ഒന്ന് തുടിച്ചു. ഒരു ദിവസം 1,12,000 തവണ തുടിക്കുന്ന ഹൃദയം 22 ദിവസം വർക്ക് ചെയ്തപ്പോൾ 30 ലക്ഷം തവണയ്ക്ക് മേലെ തുടിച്ചു. ഇന്ന് കാശ് കൊടുത്താൽ സമയം കൂടുതൽ കിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയും, സമയം കൂടുതൽ കിട്ടും. കാരണം അത്രയധികം വിജ്ഞാനം ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട്. മൃതസഞ്ജീവനി മന്ത്രം പോലും ദൈത്യഗുരു ശുക്രാചാര്യർ തല കുത്തനെ നിന്ന് തപസ് ചെയ്തിട്ടാണ് ഭഗവാൻ ശിവനിൽ നിന്ന് ആർജിച്ചെടുത്തത്. നമ്മുടെ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട്, കാണുമ്പോൾ നമുക്ക് നേരെയാണെന്ന് തോന്നും, എന്നാൽ അതിൽ ബിംബങ്ങൾ പതിയുന്നത് തലതിരിവായിട്ടാണ്. അതിലൊരു പ്രൊസീജിയറും പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കാണുന്ന രീതിയിലേക്കുള്ളൊരു മാറ്റം അതിൽ വരുന്നത്. അപ്പോൾ തലകുത്തനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്, സാഹചര്യങ്ങളായിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ 1% മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 22ഓളം സർവീസ് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് എൻ്റെ ആൻഡ്രോയിഡ് മൊബൈലിന് സാധിക്കും. അപ്പൊ ആ സാധ്യതകളെല്ലാം ഞാൻ സെല്ല് ചെയ്യാൻ പാകത്തിനാണ് പഠിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊരു അവയർനെസ് എനിക്കുണ്ട്. അപ്പൊ ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ എനിക്കുണ്ട്. അതിനുവേണ്ടി പിന്നെ എനിക്ക് ഗുരുക്കന്മാരുണ്ട്. ഡോക്ടർ സുലൈമാൻ നെൽപത്തൂർ എൻ്റെ ഗുരുവാണ്, മഹാഗുരുവാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ എനിക്ക് വളരെ അർത്ഥവത്വം മൂല്യവത്വമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കലാമുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിത മാർഗമാക്കി മുന്നോട്ട് പോകുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഒരുവന് നമസ്കാരം ബുദ്ധിമുട്ടാകുന്നത് അവന്റെ ഇന്റൻഷൻ, നീയത്ത് ശരിയല്ലാത്തത് കൊണ്ടാണ് അവൻ അതെല്ലാം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. എൻ്റെ ഉള്ളിൽ ലക്ഷ്യങ്ങളേറെയാണ്. കാരണം 2052 ആകുമ്പോഴത്തേക്കും സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് യുണൈറ്റഡ് നേഷൻസിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് 11 യൂട്യൂബ് ചാനലുകളാണുള്ളത്. അതിലൊന്നാണ് ഹോക്കറാസ് എന്ന് പറയുന്ന എൻ്റെ പ്രൊഡക്ടിവിറ്റി ചാനൽ. പിന്നെയുള്ളത് കേരളത്തിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കേരളത്തിനായി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതേപോലെ പോലീസുകാരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നിയമപാലകർക്കായി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ഭാരതത്തിനായി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ വിസ്ഡം ബിലോ ഫുഡ് സ്റ്റെപ്പ്, ഞാനൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. മഹാഭാരതം, ഭഗവത്ഗീത, ഖുർആൻ ഇതെല്ലാം പഠിക്കുന്നത് കൊണ്ട് ആധ്യാത്മികമായി എനിക്ക് കിട്ടുന്ന അറിവുകൾ ഷെയർ ചെയ്യാനായിട്ട് കാലടിപ്പാടിലെ വിജ്ഞാനം എന്നർത്ഥം വരുന്ന ഒരു ചാനലും കൂടിയുണ്ട്. പിന്നെ മൂവി ഫ്യൂഷൻ ഫാക്ട്സ് എന്ന് പറഞ്ഞൊരു ചാനൽ 2 ഉണ്ട്. കാരണം ഓരോ സാഹചര്യങ്ങളും ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റർടൈൻമെന്റിലൂടെയാണ്, നമ്മൾ അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഉള്ളിൽ ചിന്തകളുടെ ഒരു വിസ്ഫോടനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ മൂവീസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ മൂവികളിലെ ചില പാട്ടുകൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതിന് ഞാൻ അതിനെ ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യുന്നതും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ വളരെ ഇഷ്ടമാണ്. അതെല്ലാം യൂട്യൂബിൽ വളരെ വലിയൊരു നിഷാണ്. പിന്നെ എഡ്യൂക്കേഷൻ, ഒരു ട്യൂട്ടർ ആകുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സംതൃപ്തി വരുന്ന കാര്യം. പിന്നെ ഇതൊന്നുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന കാര്യം ബ്ലഡ് ഡൊണർക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാറ്റഗറിയാണ്. അതിനുവേണ്ടി ഏത് പാതിരാത്രിക്ക് എന്നെ വിളിച്ചാലും ഞാൻ പരമാവധി കോണ്ടാക്റ്റുകൾ സംഘടിപ്പിച്ചിട്ട് അവർക്ക് ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് സന്നദ്ധമായൊരു പ്രതിജ്ഞ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പ്രതിജ്ഞ, ആ വാക്കുകൾ ഓർത്തു വെച്ചോ. 3 അധിരഥന്മാരുടെ പ്രതിജ്ഞയാണ് ഒരു മഹായുദ്ധത്തിന് കാരണമായെങ്കിൽ ഞാൻ ഇന്നിപ്പോ ഒരു അധിരഥനോ മഹാരഥിയോ ഒന്നും തന്നെയല്ല, പച്ചയായ ഒരു മനുഷ്യനാണ്. എൻ്റെ ഒരു പ്രതിജ്ഞ, എൻ്റെ ഇന്ത്യ, ഞാൻ നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിനിധീകരിച്ച്, ലോകത്തെ പ്രതിനിധീകരിച്ച് ഒരാൾക്കല്ല, ഒരു ഹൃദയമല്ല, 100, 1000, 10,000 കോടിക്കണക്കിന് ഹൃദയങ്ങൾ കൊടുക്കാൻ പാകത്തിന് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ആ റിസർച്ചിന് വേണ്ടി എൻ്റെ ജീവിതവും എൻ്റെ സ്റ്റഡീസും ഷെയർ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കാറ്റഗറി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാമാണ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒന്നില്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഫേമിന് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. പല പല ഫേമുകളിൽ സംസാരിച്ച് അവരുമായിട്ട് സ്കില്ലും അവരുമായിട്ടൊരു ബന്ധങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ബന്ധം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൽഫുൾ ആയിട്ടിരിക്കണ്ടേ. നമ്മളൊരു സ്പോർട്സ്മാൻ ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു റെക്കഗ്നേഷൻ ഉണ്ട്.
അതേപോലെ നമ്മൾ ഒരു 7-8ഓളം ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പവർഫുൾ ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു കൊടുങ്കാറ്റിന്റെ കേന്ദ്രബിന്ദു ആവാൻ ശ്രമിച്ചാൽ മാത്രം മതി. അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ ലോകത്തുള്ള മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണോ ഇന്റൻഷനലി വിചാരിക്കുന്നത് അത് സ്ട്രോങ്ങർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും എത്തിച്ചേരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വിദ്യാഭ്യാസം നേടണം. വിദ്യാധനം സർവധനാ പ്രധാനമാണ്. എനിക്ക് 10ാം ക്ലാസ്സിൽ സ്കൂൾ ഫസ്റ്റ് ആയപ്പോൾ PM ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരു മൊമെന്റ് തന്നായിരുന്നു. അതിൽ എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: When I ask for wisdom, God gives me problems to solve. എന്താണ് പ്രോബ്ലം? ആ പ്രോബ്ലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ when I ask for prosperity, God gave my eyes and bronze to work. അതായത് കണ്ണും പുരികവും ഒന്ന് കണ്ണ് ചുളിഞ്ഞാൽ ഒന്ന് ഊഹിക്കാം അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നം അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇടപെട്ട് നേർവഴിക്കാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പരിഹാരമായി. പ്രശ്നപരിഹാരമാണ് ബിസിനസ്. ഞാൻ ഇൻഷുറൻസ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് റിസ്ക് മാനേജ്മെന്റ് ആണ്. ബിസിനസ് എന്തുകൊണ്ട് ഞാൻ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായി ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് മാനേജ്മെന്റ് കുറയ്ക്കുന്നതിന് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജിന് വേണ്ടി വേണം. പിന്നെ എന്തുകൊണ്ട് ഞാൻ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ Web3 മാർക്കറ്റിംഗ് കൂടെ വരുന്നുണ്ട്. ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ മാർക്കറ്റിംഗ്. അപ്പൊ അത് പഠിക്കൽ എനിക്ക് മാൻഡേറ്ററി ആണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ യോഗ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു യോഗീവര്യനായിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് അർജുനനോട് ഗീതോപദേശത്തിൽ നീ യോഗസ്ഥക്കുരു കർമ്മാണി എന്നാണ് പറഞ്ഞത്. ഒരു യോഗിവര്യനായിക്കൊണ്ട് നീ യുദ്ധം ചെയ്യുമെന്നാണ്. എങ്കിലാണ് കർമ്മനിരതനായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ലോകത്ത് നിലനിൽക്കുന്ന ഒരു നിയമമാണ് പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കരുത് ആരിൽ നിന്ന്. ആരും തന്നെ ഒന്നും തരാനില്ല. നമുക്ക് ഈശ്വരൻ മാത്രമേ തരാനുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാനാണ് അധികാരമുള്ളൂ. തരേണ്ടത് ഈശ്വരനാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥന തന്നെ ഒരു അർത്ഥനയാണ്. ഒരു ഭിക്ഷക്കാരൻ അവന്റെ ഭിക്ഷാപാത്രം കൊണ്ട് നമ്മുടെ കൺമുന്നിൽ വരുമ്പോഴാണ് ദാനം ചെയ്യാനുള്ള അവസരം ദൈവം നമുക്ക് നൽകുന്നത്. ഇതാ നിനക്ക് ദാനം ചെയ്യാനുള്ള അവസരവുമായി ഞാൻ വന്നിരിക്കുന്നു, അതിനാൽ നിനക്ക് തരേണ്ട കർമ്മം നീ എനിക്ക് തരൂ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്നെന്റെ മഹാഗുരു എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം പിന്നീട്. ഇപ്പൊ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരു പരിധി വരെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയാനും റവന്യൂ ജനറേറ്റ് ചെയ്യാനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ട് ഒരു ക്ലയന്റിനെ എങ്ങനെ സമീപിക്കണം, അല്ലെങ്കിൽ ഒരു ആളെ കാണുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ക്ലയന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ള കാറ്റഗറി കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ ഒരു പാട്ടോട് കൂടി തന്നെ ഞാൻ സമാപനം സമർപ്പിക്കാം. പാട്ടെന്ന് പറയുമ്പോൾ അതിൽ സകല ന്യൂറോൺസിനെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തിന്റെ രാഗതാള ലയ സ്വയ സംഗ്രഹം അതൊരുമിച്ച് പുറത്തു വരുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പൊ ഞാൻ കടുങ്കാപ്പി എന്ന് പറഞ്ഞൊരു സോങ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം അത് ലവ് സോങ് ആണ്, റൊമാൻറ്റിക് സോങ് ആണ്. അത് പാടുമ്പോൾ എനിക്കൊരു റൊമാൻറ്റിക് ഫീൽ കിട്ടാറുണ്ട്. ഞാനത് പാടാറുണ്ട്. അതുപോലെ കുന്നി, അങ്ങനെ കുറച്ച് പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. മാപ്പിള പാട്ടുകളുണ്ട്. അപ്പൊ അതിലെ കടുങ്കാപ്പി ഞാനൊന്ന് പാടാം. ആ സാഹചര്യം എന്ന് പറഞ്ഞിട്ട് പാടാം. കാരണം കറുപ്പ് ഒരു ഇരുനിറത്തിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു കോളേജിലെ എന്നും പെൻസിലും മോഡിയിലൊക്കെ വരുന്ന നല്ല ഗ്ലാമർ ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹമെന്ന് പോയി പറയുന്നുണ്ട്. കൂട്ടുകാർ പോലും അറിയാതെ ഗിറ്റാറും സംഗീതവും പഠിച്ചിട്ട് ആ പെൺകുട്ടിയെ അട്രാക്ട് ചെയ്യാൻ വേണ്ട രീതിയിൽ അവൻ പാട്ടുമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ആ പാട്ട് ആ പെൺകുട്ടി അവൻ തന്നെ രചിച്ച ആ പാട്ട് ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ വരുമ്പോൾ അവൻ മൂലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം അവനെ എല്ലാവരും കൂടെ വഴക്ക് പറയുകയുണ്ടാകുന്ന സാഹചര്യങ്ങളോടെയും ദുഃഖിച്ചും വിഷമിച്ചും താൻ വെളുത്തവനായിരുന്നെങ്കിൽ തനിക്ക് കുറച്ച് സാധ്യത ഉണ്ടായേനല്ലോ എന്നെല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ഗിറ്റാർ കയ്യിലെടുത്തിട്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി അവൻ എഴുതിയ ഗാനം ആലപിക്കുന്ന ആ സിറ്റുവേഷൻ ആണത്. ആ ഗാനം അവൾക്ക് കൊടുത്തതിന് ശേഷമാണ് അവൻ ഇവിടെ ഹോസ്റ്റലിൽ വരുന്നത്. എന്നെ പിറ്റേ ദിവസം ഐ ലവ് യു പറയാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ വ്യക്തിയെ കൂട്ടുകാർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവൻ ആ പാട്ട് പാടുന്ന ഒരു ഇമോഷണൽ രീതിയുണ്ട്. ആ രീതി ഒന്ന് ഇൻഹെറിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഞാനൊന്ന് പാടാം. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടെൻ കണ്ണേ.
പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടിൻ കണ്ണിൽ നിറം കടും നിറമുള്ളൻ കനിവുള്ളൻ കണ്ണിൽ കടും നിറമുള്ളൻ കനിവുള്ളൻ നെഞ്ചിൽ. വരികളിൽ കുറച്ച് വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാനത് അപ്പൊ തന്നെ തിരുത്തി പാടുകയും ചെയ്യുന്നുണ്ട്. പാട്ടിലേക്ക് തന്നെ വരാം. കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും പാത്തു വെച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ. ഞാനും ആ കടലിന്റെ കടവത്തു കാത്തു. വളരെ മനോഹരമായ വരികളാ. അടുത്തത് അതിനേക്കാൾ മനോഹരമാണ്. നിന്നെ കാണും നേരം തൊട്ടൻ ഉള്ളം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ. നിന്നെ കാണും നേരം തൊട്ടൻ ഉള്ളം തേടിപ്പായും തിരകൾ അലതല്ലും ഇടനെഞ്ചിൻ കോണിൽ. തേനായി സ്നേഹം തേൻവരിക്കയായി, പൂവായി സ്നേഹം പൂമ്പാറ്റയായി നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ. ഞാനും ആ കനവിന്റെ കടവത്തു കാത്തു, കടലിന്റെ കടവത്തു കാത്തു. വരികൾ കൂടുതൽ മനോഹരമാണ്. അതിനേക്കാൾ മനോഹരമായ മറ്റു വരികൾ അതിന്റെ പിന്നാലെ വരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഞാനത് വിട്ടുപോകാറുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാനത് ഓർത്തെടുത്ത് പിന്നീട് പറയാനും ശ്രമിക്കാറുണ്ട്. അപ്പൊ വരികളില് മനോഹാരിതയുണ്ട്. അവസാനം ആ പാട്ട് കാര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവളുടെ കോള് വരുന്നുണ്ട്. ഇനി അവനോട് വഴക്ക് പറയണ്ട കേട്ടോ, കാരണം പാട്ട് എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞേക്കെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് പറയുന്നത്. അപ്പോ അവിടെ എല്ലാം സാധൂകരിച്ചതും സാധിച്ചതും 1 വർഷത്തെ അവന്റെ പ്രയത്നമാണ്. 1 വർഷം എന്ന് പറയുമ്പോൾ 365 ദിവസം, 11 വർഷം എന്ന് പറയുന്നത് 1 ലക്ഷം മണിക്കൂറാണ്. അതിൽ 1 വർഷം എന്ന് പറയുമ്പോൾ 10,000 മണിക്കൂറായി. ആ 10,000 മണിക്കൂറിൽ അവന് ഏകദേശം സംഗീതത്തിനും അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 1000 മണിക്കൂറെങ്കിലും ഉണ്ടാവും. അതിൻ്റെ ഒരു ഔട്ട്കമാണ് അവളിലേക്കുള്ള ഇഷ്ടമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് മാറിയത്. അപ്പോൾ ലക്ഷ്യം അതിനെ സാധൂകരിക്കാൻ അവൻ വഴി തിരഞ്ഞെടുത്തു. ആ വഴിയിലൂടെ അവൻ സഞ്ചരിച്ചു, നടന്നു, ചെന്നെത്തി. ഇതെല്ലാമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്. യഥാർത്ഥത്തിൽ വിട്ടിട്ട് പോലെയല്ല ചെയ്യേണ്ടത്. എന്റർടൈൻമെന്റ് എന്നുള്ളൊരു ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ പഠിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇന്നിപ്പോ നമ്മൾ കൺവേഴ്സ് ചെയ്തിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഈ ലോകം പിടിച്ചതിൽ വെച്ച് തന്നെയുള്ള ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ പലതരം കല്ലുകളെ സംയോജിപ്പിച്ച് ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും താളരാഗലയത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിപ്പിച്ചിട്ടുള്ള ഒരു ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റി പുറത്തു വരുന്നുണ്ട്, ഒരു സൂര്യനെ പോലെ തന്നെ. അത്ര സ്പൈഡർമാൻ 2 പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ദ പവർ ഓഫ് സൺ ഇൻ ദ പാം ഓഫ് മൈ ഹാൻഡ്സ് എന്നുള്ള കാറ്റഗറി. ആ കാറ്റഗറിയാണ് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മൾക്ക് അതൊരു ATM മെഷീൻ ആക്കാം. അതേപോലെ തന്നെ എൻ്റെ ഹോക്കറാസ് എന്നുള്ള പ്രോഡക്റ്റ് ആക്കി മാറ്റാം. ഓരോരുത്തർക്കും ഇത് പോസിബിൾ ആണ്. എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന് ഇത് ഇത്രയും ചെയ്യാൻ സാധിക്കും. ഒരു മാസം 40,000 അല്ലെങ്കിൽ 50,000 60,000 ഞാൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെയുള്ള മറ്റുള്ള എല്ലാവർക്കും യുണീക്നെസ് ദൈവം കൊടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ണില്ല എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഫിസിക്കൽ കണ്ണില്ല എന്നുള്ളതല്ല. എനിക്ക് കണ്ണില്ലാതെയും മറ്റുള്ളവരെ എക്സ്പ്രസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യിക്കാനും അവരെ ഇൻഹെറിറ്റ് ചെയ്യാനും ജോലി ചെയ്യാനുള്ള സാധ്യത ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇന്ന് കണ്ണ് നഷ്ടപ്പെട്ടാൽ പോലും എൻ്റെ നാവ് ചലിക്കുന്നുണ്ടെങ്കിൽ ആ നാവ് കൊണ്ടൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. പിന്നെ കാതും ഇതെല്ലാം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ഇല്ല എന്നുള്ള കൺസെപ്റ്റ് വെച്ചാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്. അപ്പൊ ഇല്ല എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടിട്ട് ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും ഞാൻ മതിയാക്കുകയാണ്. കാരണം 44 മിനിറ്റോളമായി ഞാനിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിർത്തട്ടെ. ഇനിയും വരാം കൂടുതൽ കാര്യങ്ങൾ ഗവനിച്ചുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടും. ഓക്കെ. അപ്പോൾ സർവ്വലോക സൃഷ്ടാവായ ദൈവത്തിന് പ്രണമിച്ചുകൊണ്ടും എൻ്റെ ഗുരുക്കന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഗുരുകൃപ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങൾക്കും എല്ലാവർക്കും സ്വസ്ഥവും സ്വാസ്ഥ്യവുമായിട്ടുള്ള ആരോഗ്യവും, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് രോഗം പരിപൂർണമായിട്ടും ഭേദമാവട്ടെ എന്ന് എൻ്റെ
ദൈവത്തോടും അതേപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും സ്തുതിക്കുന്ന ദൈവത്തോടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.